ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര പാട്ട് കേട്ടോ, കോഴികളെല്ലാം ഗാനാലാപനം നടത്തുവന്നേ. എന്തുവാണെന്നറിയാവോ? ഞാനും അജുമോനും അച്ചാച്ചനും കൂടെ അച്ചാച്ചനെ ചെവി ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ പോയതായിരുന്നു കേട്ടോ. മെനഞ്ഞാന്ന് ചിക്കു മിണ്ടായിരിക്കും ചിക്കു. മെനഞ്ഞാന്ന് പോയിട്ട് അച്ചാച്ചൻ്റെ പിന്നെ കുത്തിക്കെട്ടൊക്കെ, ചെവിയുടെ കുത്തിക്കെട്ടൊക്കെ എടുത്തതായിരുന്നല്ലോ. എടുത്തു കഴിഞ്ഞ് അന്ന് ഡ്രസ്സ് ചെയ്യിപ്പിച്ചുകൊണ്ട് വന്നു. പിന്നെ ഒന്നിരാടം ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞ് ഇന്ന് ഡ്രസ്സ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഇനി മറ്റന്നാളിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്യിപ്പിക്കണം. അപ്പം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പിള്ളേർക്കെല്ലാം, നമ്മുടെ കോഴിപ്പിള്ളേർക്കെല്ലാം തീറ്റയെല്ലാം കൊടുത്ത് കൂട്ടി കയറ്റിയിട്ടായിരുന്നു പോയത്. 3 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയായിരുന്നു. അപ്പം പോയി അജുമോനാണേ മുട്ടയെല്ലാം കൊണ്ട് കൊടുത്തു. ഞാനും അച്ചാച്ചനും കൂടെ ആശുപത്രിയിൽ പോയി. അജുമോന് ഞങ്ങളുടെ കൂടെ ആശുപത്രിയിൽ വന്നു. എന്നിട്ട് തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ അജുമോൻ മുട്ടയെല്ലാം കൊണ്ട് കൊടുക്കുന്നിടം വരെ ഞങ്ങൾ കൂടലിൽ അവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ടോയ്ക്ക് ഞങ്ങളിങ്ങ് പോരുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കൂടലിൽ നിന്ന് ഇച്ചിരി മീൻ മേടിച്ചു, അയില മേടിച്ചു. മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് അജുമോനൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മീൻ മേടിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് വറുത്ത് തിന്നണമെന്നുള്ളത്. അജുമോന് അപ്പോഴാ ചൂടോട് കൊണ്ടുവന്ന് അപ്പം തന്നെ വറുത്ത് അന്നേരം തന്നെ വറുത്ത് തിന്നണം. അപ്പോൾ ഒരു 4-5 എണ്ണം അങ്ങ് വറുത്തജു കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചത് ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങോട്ട് വന്ന് അപ്പോഴേ, എന്ന് മീൻ മേടിച്ചുകൊണ്ട് വന്നാലും അങ്ങനെ അപ്പോഴേ പോയി നിന്നങ്ങ് വെട്ടി അങ്ങ് വറുത്ത് അപ്പോഴേ അജുമോൻ പോയിരുന്ന് ചോറ് കഴിച്ച്. അപ്പോൾ അച്ചാച്ചന് ഞാൻ ഇൻസുലിൻ എടുത്ത്. എന്നിട്ട് ഇപ്പം അച്ചാച്ചൻ ചോറ് കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം അച്ചാച്ചൻ ചോറ് കഴിക്കുന്നേ ഉള്ളൂ. ഞാനും അന്നേരം ചോറങ്ങ് കഴിച്ചു. അജു താണ്ട വരുന്നു. തീറ്റിപ്പാത്രം ഒന്നും പൊട്ടിയില്ല. എനിക്കറിയത്തില്ല, അത് തീറ്റിപ്പാത്രമല്ല, എങ്ങാണ്ട് ഇതാ ഇത് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം. അജു തീറ്റിപ്പാത്രം പൊട്ടിയോന്നും പറഞ്ഞ് ചാടി എണീറ്റ് വന്നു. അയ്യേ, സ്റ്റീൽ ബോഡി കാണിക്കാതെ പോ, പെരേ കയറിപ്പോ. ഓടി വന്നേക്കോ, തീറ്റിപ്പാത്രം പൊട്ടിയോന്നും പറഞ്ഞ് ഒരു ശബ്ദം കേട്ടോണ്ടേ അജു വന്നതാ. വെട്ടമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അച്ചാച്ചൻ ചോറ് കഴിക്കുക, കണ്ടിരുന്ന് കഴിക്കുന്നു. അജു മീൻ വറുത്ത് 4-5 മീൻ വറുത്ത് വറുത്തിട്ട് എനിക്കും അച്ചാച്ചനും ഈ 2 എണ്ണം. അച്ചാച്ചൻ തിന്നതിൻ്റെ മുള്ളൊക്കെ തണ്ടിരിക്കുന്നു. സ്പൂണ് വെച്ച് കോരി തിന്നു. എന്താ വെച്ചാൽ സ്പൂണും വെച്ച് കോരി തിന്നുന്നേ? കൈ വെച്ച് തിന്നാൻ വയ്യായോ? കൈക്ക് വേദനയായതുകൊണ്ട് സ്പൂണും വെച്ച് തിന്നുന്നു. ഞങ്ങളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഞങ്ങൾ സ്പൂണ് വെച്ചാണ് കഴിക്കുന്നത്. വേണ്ട, എല്ലാം ഡ്രസ്സ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ അച്ചാച്ചൻ തിന്നുക സ്പൂണ് വെച്ച്. മീൻകറിയുണ്ട്, പിന്നാണെങ്കിൽ മീൻ വറുത്തതിന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി, ക്യാരറ്റ് തോരനും മുട്ട പൊരിച്ചതും മീൻകറിയൊക്കെ ആയിരുന്നു ഉച്ചയ്ക്കത്തേത്. അപ്പം രാത്രിയിൽ മീൻ വറുത്തതും മീൻകറിയും ചോറും. പിള്ളേരെല്ലാം ഭയങ്കര പാട്ടാണ്. അവർക്ക് എത്ര കൊടുത്താലും തികയത്തില്ല. എത്ര കിട്ടിയാലും ഇനിയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഓടി വരുന്നത് കണ്ടോ എല്ലാവരും കൂടെ. അവിടുന്ന് ചോടി വരുക, ഉണ്ടെങ്കിൽ പോരട്ടെ എന്നും പറഞ്ഞ് വരിക. ഇങ്ങനെയൊക്കെ. അപ്പം നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയാതെ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. ഇന്നലെ ഇതുപോലെ അങ്ങ് മനസ്സിനൊരു വിഷമവും വെപ്രാളവും ഒക്കെ ആയിരുന്നതുകൊണ്ട് ഒന്നും ഉണ്ടാക്കി ഇല്ല. അങ്ങനെ കൂടുതൽ എനിക്ക് അങ്ങക്ക് ഒരു വീഡിയോ ഇടാനും പറ്റിയില്ല. സംസാരിക്കാനും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ തോന്നുവാണേ. ഒന്നും പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടെ കയറി ഇങ്ങ് പോന്നേക്കും കേട്ടോ, തുറന്നുകൊണ്ട്. ഞാൻ ഓർക്കും ഇവരൊക്കെ 4-5 എണ്ണം ഇവിടെ നിന്നതാണല്ലോ, എല്ലാം കൂടെ എന്തുവാ ചാടി ഇത്ര എണ്ണം എവിടുന്ന് വരുവാന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുണ്ടാവുന്നു, തിന്നുന്നു, ഓടുന്നു, ചാടുന്നു. 2 എണ്ണം അവിടെ കിടന്ന് കൊത്തി മറിയുന്നു. എന്തോ കൊത്താ കണ്ട.
അയ്യോ എൻ്റെ കരിങ്കോഴി കുഞ്ഞിനെ കൊത്തുവാന്നോടി നീ. നിന്നെ ഞാൻ അടിക്കും കേട്ടോ. എന്തുവാടി? പോ വെള്ളം അപ്പുറത്താ. ഇറങ്ങ. വയ്ക്കോ വയ്ക്കോ. കയറപ്പുറത്ത് കയറ. പോട്ടെ 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 പോട്ടെ. പോക്കളെ പോ വയ്ക്കോ. കയറിക്കോ. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ. അപ്പം ഞങ്ങൾ പിന്നെ പത്തനേരത്ത് പോയി. അച്ചാച്ചനാണെങ്കിൽ അച്ചാച്ചൻ്റെ കൈ നേരത്തെ പണ്ട് ഒടിഞ്ഞതായിരുന്നു. 97 പശുവിനെ കുളിപ്പിക്കാൻ പോയപ്പോൾ അച്ചാച്ചൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു. പിന്നെ ആ കൈക്ക് ഇപ്പോൾ അച്ചാച്ചന് ഭയങ്കര വേദന. വീണപ്പോൾ അച്ചാച്ചൻ്റെ കൈ കുത്തിയായിരിക്കും അച്ചാച്ചൻ വീണ. നമ്മൾ കാണുന്നില്ലല്ലോ എങ്ങനെ അച്ചാച്ചൻ വീണേന്നൊന്നും. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അച്ചാച്ചൻ്റെ കൈ കുത്തി വീണതായിരിക്കും. അച്ചാച്ചന് കൈക്ക് ഭയങ്കര വേദനയാണ്, ചെറിയ നീരുമുണ്ട്. പിന്നെ ഞാൻ മുറ്റത്തോട്ട് ഇവിടോട്ട് വന്നങ്ങ് ഇരുന്ന് കേട്ടോ. ഇരുട്ടാ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും ഇരുട്ടത്തിരുന്ന് വീഡിയോ എടുക്കുന്നു. ഇവരെയൊക്കെ തുറന്നു വിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടോട്ട് വന്നങ്ങ് ഇരുന്ന്. അച്ചാച്ചൻ്റെ കൈക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ അച്ചാച്ചൻ കൊണ്ട് സ്പൂണും വെച്ച് കോരി തിന്ന് കണ്ടില്ലയോ. പിന്നെ അതുപോലെ മുണ്ട് ഒന്നും ഉടുക്കാൻ ഭയങ്കര പാടായിരുന്നു. മുണ്ട് മടക്കി ഉടുത്തപ്പം പിന്നെ പോയ വഴിക്ക് മുണ്ട് ഉടുത്തത് അങ്ങ് പിന്നെ അയഞ്ഞിങ്ങ് പോന്നു. എന്നിട്ട് പത്തനേരത്ത് ടൗണിൽ ചെന്ന് അവിടെ നിന്നുകൊണ്ട് അച്ചാച്ചൻ മുണ്ട് ഇങ്ങനെ ഉടുക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് അജ്മോനോട് പറഞ്ഞു, മോനെ എൻ്റെ മുണ്ടൊന്ന് ഉടുപ്പിച്ചതാന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ മുണ്ടൊന്ന് ഉടുപ്പിക്കുക. എന്നിട്ട് ഞാൻ എനിക്കാവുന്ന പോലെ മുണ്ട് ഉടുപ്പിച്ച് കൊടുത്തു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും കയ്യിൽ ഉടുത്തപ്പോൾ അച്ചാച്ചന് പാടായിരുന്നു. കയ്യിൽ ഇച്ചിരി നീര് പോലെ. ഇപ്പം ഇച്ചിരി വേദന. ആദ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം 2-3 ദിവസം കൊണ്ട് അങ്ങനെ അങ്ങ് വേദനയൊക്കെ എടുക്കും അച്ചാച്ചന്. അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ മറ്റന്നാളിൽ പോയിട്ട് ഇനി ഒന്നുകൂടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു ഇഞ്ചക്ഷനല്ല, മറ്റന്നാളിൽ പോയിട്ട് ഇനിയും ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ഡ്രസ്സ് ചെയ്യണം. ഒരുവിധമൊക്കെ ഇങ്ങനെ കരിഞ്ഞു വരുന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പഴുപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ അതുമാത്രമല്ല, പിന്നെ രാജീവ് സാറ് പിന്നെ ഗുളിക തന്നായിരുന്നു. രാജീവ് ഡോക്ടർ, പത്തനേരത്തെ രാജീവ് ഡോക്ടർ. ഞങ്ങൾ അച്ചാച്ചന് ഷുഗർ നോക്കാനായിട്ട് 16 വർഷം കൊണ്ട് നമ്മുടെ രാജീവ് ഡോക്ടറിൻ്റെ അടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സാറ് പിന്നെ എന്നോട് ഞാൻ പറഞ്ഞായിരുന്നു, സാറേ ഇതുപോലെ പിന്നെ അച്ചാച്ചന് പിന്നെ ഒരു ഗുളിക സാറ് തന്നായിരുന്നു. അത് തീർന്നെന്ന് പറഞ്ഞപ്പോൾ സാറ് അത് വീണ്ടും എഴുതി തന്നു. പിന്നെ ഇൻസുലിനും എഴുതി തന്നു. പിന്നെ അതുപോലെ അച്ചാച്ചന് എല്ലാത്തിനുമുള്ള ചികിത്സ സാറ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ അച്ചാച്ചന് ശ്വാസം മുട്ടുണ്ടായിരുന്നു. ശ്വാസം മുട്ടിന് പിന്നെ മുട്ടുണ്ടെന്ന് അച്ചാച്ചൻ പറഞ്ഞ് ശ്വാസം മുട്ടിനുള്ളതും എല്ലാം എഴുതി തന്നു. അപ്പോൾ അന്നേരം അച്ചാച്ചന് അതെല്ലാം ഒത്തിരി ആശ്വാസമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം കരിയാനും എടുക്കാനും എല്ലാം കാരണം സത്യം പറഞ്ഞാൽ രാജീവ് സാറിൻ്റെ ആ ഒരു പ്രയത്നം, പിന്നെ ദൈവം തമ്പുരാൻ്റെ ഒരു കൃപയും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന. ഇച്ചിരി കൂടെ കരിയാനുണ്ടാവും. ഒന്ന് കരിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഒന്നും വേണ്ട. ഈ അച്ചാച്ചൻ ഇത് കരിഞ്ഞൊക്കെ കഴിഞ്ഞുകൊണ്ടല്ലോ അടങ്ങിയിരിക്കുക. അച്ചാച്ച പെരയ്ക്കകത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ കേൾക്കത്തില്ല. അച്ചാച്ചൻ ഇറങ്ങി അങ്ങ് നടക്കും. പിന്നെ ഇറങ്ങി കണ്ണ് തപ്പിയെങ്കിൽ അന്ന് അത്രയും കുത്തിക്കെട്ടൊക്കെ ആയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം കൊണ്ട് ചാടി കയറി മേളിൽ പോയി. ചെവിയാണെങ്കിൽ ഇപ്പം തീരെ കേൾക്കത്തില്ല. നമ്മൾ അലച്ചുള്ള ഊപ്പാട് വരും. ഞാൻ എന്നിട്ട് അവിടെ ചോദിച്ചു, അശ്വനിയിലെ ഡോക്ടറിനോട് ചോദിച്ചു, ചെവിയുടെ ഡോക്ടറെ ഈ ചെവിക്കകത്ത് വെക്കുന്നതിന് അതിന് എത്ര രൂപയാവും എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു പിന്നെ ഏറ്റവും കുറഞ്ഞതിന് 10,000 രൂപ, അതിൽ കൂടിയത് ലക്ഷക്കണക്കിന് രൂപയുടെ എല്ലാം ഉണ്ട്. ഏറ്റവും കുറഞ്ഞതിന് 10,000 രൂപയാവും എന്ന് പറഞ്ഞു. നമുക്കാണെങ്കിൽ അതിനുള്ള ഒരു മാർഗ്ഗവുമില്ല. അങ്ങനെ ഒരു 10-15,000 രൂപ മുടക്കി ഒരെണ്ണം ചെവി വെച്ച് കൊടുത്തായിരുന്നു. ഒന്നുമല്ല, ഇത്രയും കിടന്ന് അങ്ങ് അലക്കേണ്ടേ. എനിക്കൊക്കെ ആണെങ്കിൽ പറഞ്ഞ് നമ്മുടെ നെഞ്ചിനകത്തൊക്കെ അങ്ങ് ഭയങ്കര വേദനയാണ്. നെഞ്ച് വേദന എടുക്കും. ആൾക്കാർ വിചാരിക്കും ഇവളെന്തോ കിടന്ന് അലറുന്നത്, എവിടെ കേൾക്കാം എവിടെ ബഹളം എന്നൊക്കെ വിചാരിക്കും. അച്ചാച്ചനോട് നമ്മൾ അച്ചാച്ചൻ എത്ര പറഞ്ഞാലും അച്ചാച്ചൻ കേൾക്കത്തില്ല. അന്നേരം ഞാൻ പിന്നെ പതുക്കെ അങ്ങ് പറയും. അപ്പോൾ അച്ചാച്ചൻ ഇങ്ങനെ ശ്രദ്ധിക്കും. പതുക്കെ പറയുമ്പോൾ അന്നേരം അച്ചാച്ചൻ കേൾക്കും. നമ്മൾ ഉറക്കെ പറയുമ്പോഴത്തേന് പിന്നെ പറയുന്നതിൻ്റെ അനുസരിച്ച് അച്ചാച്ചൻ ശ്രദ്ധിക്കാതിരിക്കും. അങ്ങനെയൊക്കെയാണ്. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും കമൻ്റ് അയക്കണം മറക്കരുത് കേട്ടോ. താങ്ക് യു.